സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്, നമ്മളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് നമ്മുടെ ഒരു ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം പല ആളുകൾക്കും പല വിഷൻ ഉണ്ടാവും, ഡ്രീം ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെയുള്ള വിഷനുള്ള ആളുകളോട് നിമ്മിക്ക് പറയാനുള്ളത് എന്താ? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് ഗ്രാബ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ ഒരുപാട് വെറി ചെയ്തിട്ട് കാര്യമില്ല. ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടോ വെറി ചെയ്തിട്ടോ അല്ലെങ്കിൽ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്സ് വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രസന്റിനെ ജഡ്ജ് ചെയ്തിട്ട് ഒന്നും ഒരു കാര്യമില്ല. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവ് പീപ്പിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്, നമ്മളുടെ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് നമ്മുടെ ഒരു ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളുടെ ചുറ്റും നിങ്ങളൊരു കാര്യം, ഫോർ എക്സാമ്പിൾ, ഞാൻ നാളെ ജിമ്മിൽ പോവാന്ന് പറയുമ്പോൾ, നീ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് തന്നെയല്ലേ, നീ ഇത് കണ്ടിന്യൂ ചെയ്യോ എന്നൊരാൾ പറയുന്നതും ഞാൻ നാളെ ജിമ്മിൽ പോവാന്നാ നിന്നെ കൊണ്ട് പറ്റും, നീ പോ എന്നൊരാൾ പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു സക്സസ്സിൽ ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വളർച്ചയിൽ നിങ്ങൾക്ക് ബാക്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സറൗണ്ടിങ്സ് നിങ്ങൾ കീപ്പ് ചെയ്യും. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെഗറ്റീവായിട്ടുള്ള ആളുകൾ, ഇപ്പം ബന്ധങ്ങൾ വെച്ചിട്ടോ എന്നാലും അവരെന്ത് വിചാരിക്കും എന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഞാൻ പറയാറില്ല. ഇപ്പൊ ക്ലിയർ കട്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയും. ഞാൻ എന്റെ ഇൻസ്റ്റയിലൊക്കെ ബ്ലോക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ബ്ലോക്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ആളുകൾ അതിന് വളരെ ഇമ്മച്യൂരിറ്റി ആയിട്ട് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന, എന്നെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ എന്റെ സറൗണ്ടിങ്സിൽ വെക്കില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ മ്യൂട്ട് ചെയ്യും. ഐ മ്യൂട്ട് പീപ്പിൾ ഇൻ റിയൽ ലൈഫ്. ഞാൻ അവരെ എടുക്കില്ല, അവരെന്ത് പറയുന്നു അതെന്നെ ബാധിക്കില്ല. അപ്പൊ ആ രീതിയിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ, നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരാളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ തലയിലെടുത്ത് വെക്കരുത്. പിന്നെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ഗൈഡാണ്. ഇഫ് യു ആർ ട്രീറ്റിംഗ് യുവർ സെൽഫ് വെൽ, ആളുകൾക്ക് നിങ്ങളെയും അതുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റുള്ളവർ എന്നെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യുന്നില്ല, എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളെ നന്നായിട്ടാണോ ട്രീറ്റ് ചെയ്യുന്നതെന്ന് കൂടി ആലോചിക്കണം.